നമ്മൾ ഈ കർലിൻ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഓരോരുടെ ഓറ ചെക്ക് ചെയ്യുന്നത്, ചില പ്രത്യേകതരം ഹോമങ്ങൾ നടക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഒന്നുമില്ല, സാധാരണ ഒരാളുടെ ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് ഞങ്ങൾ 5 പേരാണ് ഇരുന്നത്. അതിൽ എൻ്റെ മാത്രം ഫോട്ടോയിലാണ് സംഭവിച്ചത്. മാത്രമല്ല എൻ്റെ നിറം മാറി. ഈ 7ാമത്തെ ഫോട്ടോ വരുമ്പോൾ അമ്മയുടെ വലതേ കൈയും എൻ്റെ ഇടതേ ഈ കൈയും തമ്മിൽ, ഇതിൻ്റെ റിസ്റ്റ് ജോയിൻ്റ് തമ്മിൽ ജോയിൻ്റായിട്ട് ഇവിടെ നിന്നൊരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് പോലെ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫോട്ടോയിലുണ്ടായ ചേഞ്ചസ് ഈ മനീഷ് എന്ന് പറയുന്ന അയാളുടെ ക്യാമറയിലും, അടുത്ത ഒരു ചേഞ്ചസ് ഉണ്ടായത് എൻ്റെ നിറം മാറി അല്ലെങ്കിൽ ഒരു പ്രകാശം വന്നു എന്ന് പറയുന്ന, ഇത് രണ്ടും ഒരു ക്യാമറയിൽ സംഭവിച്ചതല്ല. ഞാനിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. രാശി മാറുകയാണ് ശനീശ്വരൻ. അത് പ്രത്യേകതരം ഉത്സവവുമായി ഒരു നാടിൻ്റെ ആഘോഷമാക്കി തീർക്കുകയാണ് കോട്ടയം കുറുപ്പന്തറയിലുള്ള ശനീശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ അമ്മയാണ് ഇന്ന് എന്നോടൊപ്പം, ആർഷശ്രീ ശിവാനന്ദമയി അമ്മ. നമസ്കാരം. നമസ്കാരം. ഓടി തളർന്ന് മുഖമൊക്കെ വാടി വെയിലൊക്കെ കൊണ്ട് അല്ലേ, നല്ല ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നതെന്നറിയാം. എന്നാലും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ വേണം. അമ്മ, ഇന്ന് അമ്പലത്തിൽ മഹാമണ്ഡലേശ്വരർ ലക്ഷ്മി അമ്മ വന്നു. അമ്മയും ലക്ഷ്മി അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ലക്ഷ്മി അമ്മയുമായിട്ടുള്ളൊരു? ഞാൻ 2021 ആണ് ഞാൻ ഈ അമ്മയെ ആദ്യമായി പരിചയപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ അമ്മയെ യൂട്യൂബിൽ കാണുമ്പോൾ എനിക്കും അമ്മയ്ക്കും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നുകയും തുടർന്ന് ഈ അമ്മയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അതേ തുടർന്ന് ഞാൻ ഈ അമ്മയുടെ സ്ഥലം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അമ്മ ബേസിക്കലി രാമേശ്വരം സ്വദേശിയാണെന്നും എന്നാൽ മിക്കവാറും സമയങ്ങളിൽ ഋഷികേശ് ഹരിദ്വാർ പോലുള്ള നാടുകളിലാണെന്നും, അതിന് 7ാമത്തെ വയസ്സ് മുതൽ അമ്മ വടക്കേന്ത്യയിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി എനിക്ക് അമ്മയെ മധുരയ്ക്ക് അടുത്തുള്ള പരമക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അമ്മ ആ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്, അവിടെ വെച്ച് കാണാനിടയായി. ഞാൻ ആദ്യമായി സംസാരിച്ചപ്പോൾ അന്നൊരു അമാവാസിയായിരുന്നു. അമാവാസി നാളിൽ കുറേ ആൾക്കാരോട് കൂട്ടമായി ഉണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അമ്മയെ എൻ്റെ ഗുരുവായി ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ട് പെട്ടെന്നൊരാളെ ഒരു ശിഷ്യയായി സ്വീകരിക്കുകയൊന്നും അവരുടെ പരമ്പരയിൽ, പ്രത്യേകിച്ച് സിദ്ധർ പരമ്പരയിൽ അത് ഇല്ല. ആയതിനാൽ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഗുരുവായി വരണമെന്ന് യോഗമുണ്ടെങ്കിൽ ഒരു മണ്ഡലം 48 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ നിനക്ക് അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ദർശനമുണ്ടാകും. ഇടയ്ക്ക് അമ്മ അവിടെ പ്രസംഗിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ലൈറ്റ് അമ്മയുടെ ദേഹത്തേക്ക്, അത് ഈ ലക്ഷ്മി അമ്മയുമായിട്ട് ലക്ഷ്മി അമ്മയായിട്ട് ഫോട്ടോ എടുത്തപ്പോഴാണ്. അതെന്ത് പ്രകാശമായിരുന്നു? ശരിക്കും ഈ സിദ്ധന്മാർക്ക് അസാധ്യമായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. അമ്മ നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന രൂപത്തിലൊരു വ്യക്തിയെയല്ല. അമ്മയുടെ ഉപാസനയും അമ്മ ശരിക്കും ഒരു ത്യാഗം സഹിച്ച്, വളരെ നിസ്സാരമല്ല, അമ്മ രാത്രി കാലങ്ങളിലും ഉറങ്ങാതെയും അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ കാടുകൾ പോലെയുള്ള സ്ഥലത്ത് പോയിരുന്ന് അവിടെയൊക്കെ ജപം ചെയ്തും തപസ് ചെയ്തും ഒക്കെ അമ്മ ആർജിച്ചെടുത്ത ചില സവിശേഷതകളുണ്ട്. അതായത് എനർജിയുണ്ട്. ഇതിൽ നിന്ന് അമ്മ പോലും അറിയാതെ അമ്മയിലുള്ള അതിൻ്റെ ഒരു കണിക ഇതെങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. ഞാനും എന്നോടൊപ്പം ഏതാനും ചില ഭക്തരും കൂടി പിന്നീട് അമ്മയെ എനിക്ക് ഗുരുവായി സ്വീകരിക്കാനൊരു യോഗം പിന്നീട് ഉണ്ടാകുകയും അമ്മ നിർദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്കുണ്ടാകുകയും 2022 വീണ്ടും അമ്മയെ കാണാൻ അമ്മ എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാനൊരു ശിവരാത്രി നാളിൽ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടി രാമേശ്വരത്ത് ചെന്ന് അമ്മയെ കാണാനിടയായി. അന്ന് കണ്ടിട്ട് വരുമ്പോൾ അമ്മയെ നമസ്കരിച്ച് അമ്മയുടെ കൂടെ ഇരുത്തി അമ്മ ഞങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ ഫോട്ടോയിൽ ഇത് സംഭവിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ,
അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് എൻ്റെ കഴുത്തിൽ വന്ന് ആ പ്രകാശം അവിടെ വന്ന് നിന്നു. 3 ഫോട്ടോയുണ്ട്. ഞങ്ങൾ 5 പേരാണ് ഇരുന്നത്. അതിൽ എൻ്റെ മാത്രം ഫോട്ടോയിലാണ് സംഭവിച്ചത്. മാത്രമല്ല എൻ്റെ നിറം മാറി, അതിനൊരു നീല നിറം. ആ ഫോട്ടോ എൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ അത് കാണിക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ ഞാൻ കൈ മടിയിൽ ഇങ്ങനെ കൂപ്പി വെച്ചു. എൻ്റെ കൂടെ ഈ പെട്ടെന്ന് സെക്കൻഡുകളിലാണല്ലോ ഫോട്ടോ എടുക്കുക. അപ്പോൾ കൈ കൂപ്പി മടിയിൽ വെച്ചു. അമ്മയും കൈ കൂപ്പി മടിയിൽ വെച്ചു. ഏതാനും ദിവസം 1-2 ഫോട്ടോ. 3-ാമത്തെ ഫോട്ടോയിൽ വരുമ്പോൾ എൻ്റെ ഈ ഇടതേ കൈ ഇല്ല, കാണാനില്ല, പിക്ചറിലില്ല. 4-ാമത്തെ ഫോട്ടോയിലില്ല, 5-ാമത്തെ ഫോട്ടോയിലില്ല. 6-ാമത് കാണുന്ന ഫോട്ടോയിൽ വരുമ്പോൾ കൈ തിരിച്ചു വരുന്നു. കൈ ഇതേപോലെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ്. ഇത് ഫോട്ടോയുണ്ട്, ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അതും തരാം. ഇങ്ങനെ കൈ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് 7-ാമത്തെ ഫോട്ടോ വരുമ്പോൾ അമ്മയുടെ വലതേ കൈയും എൻ്റെ ഇടതേ ഈ കൈയും തമ്മിൽ, ഇതിൻ്റെ റിസ്റ്റ് ജോയിൻറ്റ് തമ്മിൽ ജോയിൻ്റായിട്ട് ഇവിടെ നിന്നൊരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് പോലെ ഒരു സംഭവം. ഇപ്പോഴും അമ്മയുടെ 2 കൈയും ഒറിജിനൽ പ്ലേസിലുണ്ട്. പക്ഷേ ഈ റിസ്റ്റ് ജോയിൻറ്റിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇത് കണ്ടു കഴിഞ്ഞെന്നാലും പ്രഷർ കണ്ടാലും നമ്മളൊരു ഇതുണ്ട്, ഇതൊരു അതിശയം എന്നല്ലാതെ പറയാൻ പറ്റില്ല. ഇതെന്താണ് അതിൻ്റെ അത് നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ, എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വിവേചിക്കാൻ പറ്റാത്ത എന്തോ ഒരു പരിവർത്തനം അവിടെ സംഭവിച്ചു. നമ്മൾ ഈ കർലിൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഓരോരുടെ ഓറ ചെക്ക് ചെയ്യുന്നത്, ചില പ്രത്യേകതരം ഹോമങ്ങൾ നടക്കുമ്പോൾ, ശിവനുമായി ബന്ധപ്പെട്ട വലിയ ഹോമങ്ങൾ നടത്തുമ്പോൾ അവസാന ഹോമപുര കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രൂപം തെളിഞ്ഞു വരുന്നു എന്നൊക്കെയുള്ള സംഭവം വരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി ഒന്നുമില്ല, സാധാരണ ഒരാളുടെ ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. ഈ ഫോട്ടോഗ്രാഫർക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അമ്മയുടെ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, ഇത് ഒരിക്കൽ പോലും ഞങ്ങൾ ഒന്നിച്ച് പോയപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. സാധാരണ ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള അതേപോലെയുള്ളൊരു ഡിജിറ്റൽ ക്യാമറ കൊണ്ട് എടുത്ത പടമാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫോട്ടോയിലുണ്ടായ ചേഞ്ചസ് ഈ മനീഷ് എന്ന് പറയുന്ന അയാളുടെ ക്യാമറയിലും, അടുത്ത ഒരു ചേഞ്ചസ് ഉണ്ടായത് എൻ്റെ നിറം മാറി അല്ലെങ്കിൽ ഒരു പ്രകാശം വന്നു എന്ന് പറയുന്ന ആ ഫോട്ടോ സംഭവിച്ചത് മഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ. അപ്പോൾ ഇത് രണ്ടും മറ്റൊരാളുടെ ക്യാമറയിൽ, ഇത് രണ്ടും ഒരു ക്യാമറയിൽ സംഭവിച്ചതല്ല. കൂടാതെ അതിൻ്റെ പിന്നീട് 2023 വീണ്ടും പോവുകയും, വീണ്ടും പോകുമ്പോൾ അന്നും ഇതേപോലെ തന്നെ ഒരു മറ്റുണ്ട്. ഒരിക്കലും ഒരു കാര്യം സംഭവിച്ചു വീണ്ടും. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു മോഹമുണ്ടായി. എനിക്ക് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവില്ല. അപ്പം ഞാൻ അടുത്ത തവണ ചെന്നപ്പോഴും ഉള്ളിൽ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും അപ്പം നമുക്കൊരു 2 പ്രാവശ്യം ഉണ്ടായല്ലോ, അപ്പം ഇത്തവണയും എന്തെങ്കിലും കിട്ടും എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. അതിട്ട് പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അത് അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വരുമ്പോഴെങ്കിലും ആ പ്രാവശ്യവും മറ്റൊരാൾ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കുക. സ്വാഭാവികമായിട്ട് നമ്മളൊന്നിച്ച് ഫോട്ടോ എടുക്കുമല്ലോ. എടുത്തു. അപ്പം അമ്മ എൻ്റെ അടുക്കൽ വന്നിരുന്നു. എൻ്റെ ഒരു കൈ എടുത്ത് അമ്മയുടെ കയ്യിലുള്ളിൽ വെച്ചു. ഇങ്ങനെയാണ് കൈ വെച്ചത്. അത് 2 ഫോട്ടോയേ ഉള്ളൂ. ഒരു ഫോട്ടോ എടുത്തു, രണ്ടാമതൊരു ഫോട്ടോ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ സമയത്തും ഇടവും വലവും മറ്റു കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഫോട്ടോയിലും കാണാം. ഇത് രാമേശ്വരത്ത് അമ്മയുടെ ആശ്രമത്തിലാണ്. അതെ, രാമേശ്വരത്ത് അമ്മയുടെ ആശ്രമത്തിൽ വെച്ചാണ്. ഇതും ഒരു ശിവരാത്രിയോട്. ഇപ്പോൾ ഞാൻ 2022 മുതൽ എല്ലാ ശിവരാത്രിക്കും രാമേശ്വരത്ത് അമ്മയോടൊപ്പമാണ് ചിലവഴിക്കുക. അവിടുത്തെ കുംഭാഭിഷേകം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് എന്നെ ക്ഷണിക്കും, ഞങ്ങൾ പോകും. 1-2 ദിവസം അവിടെ താമസിക്കും, അവിടെ നിന്ന് തിരിച്ചു വരും. അങ്ങനെ ആ സമയത്ത് 3-ാം തവണ ചെല്ലുമ്പോൾ സംഭവിച്ചതാണ്. ഈ കൈ എടുത്ത് അതിൽ വയ്ക്കുന്നു. ആ ഫോട്ടോയിലും നമുക്കൊരു തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ. അപ്പോൾ എടുത്ത് അവരോട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് അയച്ചു തരും, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൈ എടുത്തിങ്ങനെ വെച്ചിരുന്നു. അത് നോർമൽ ഫോട്ടോ. അടുത്ത 2-ാമത്തെ ഫോട്ടോ വെറും സെക്കൻഡുകൾ കൊണ്ടുണ്ടായ ഒരു ഫോട്ടോയിൽ, അതും ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. അങ്ങനെ 3 ഫോട്ടോ. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ആ മാതാജിയാണ് ഈ മാതാജി. അതുകൊണ്ട് തന്നെയാണ് അമ്മയെക്കുറിച്ച് അമ്മ ആരാണെന്ന് ഇത്രമാത്രം ശക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. അമ്മയുടെ സാന്നിധ്യം എന്തായാലും ആ ക്ഷേത്ര പരിസരമൊക്കെ ഒരു ചൈതന്യവത്തായി, വൈകുന്നേരമുള്ള ആ ഈവനിങ് ഫംഗ്ഷനൊക്കെ ഒരു ചൈതന്യമായി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അപ്പം ശനീശ്വരൻ്റെ മുമ്പേ ഇങ്ങനൊരു അമ്മ വരികയും ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അമ്മ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും സാമ്പത്തികമൊക്കെ പ്രശ്നമായി കൊണ്ടാണ്. ഇതിങ്ങനെ ഒരു ആർജവം എങ്ങനെയാണ്? ഇത് വാസ്തവത്തിൽ എനിക്ക് എൻ്റെ പേര് തന്നെ ഇപ്പോഴും അമ്മ പറയുന്നത് കേട്ടു. അമ്മ ഒരു പേര് പ്രിൻ്റ് ചെയ്തിട്ട് തന്നത് കണ്ടു കാണും.
അതിലെഴുതിയിരിക്കുന്നത് എന്നെ പലരും ആർഷശ്രീ ശിവമയി എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷേ ആർഷശ്രീ ശിവാനന്ദമയി എന്നാണ് അമ്മ വിളിച്ചത്. അമ്മ അങ്ങനെയാണ് തന്നത്. അപ്പോൾ അതാ ആർഷശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഋഷി പരമ്പരയുടെ പാരമ്പര്യമുള്ളതാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുമായിട്ടോ അല്ലെ സിദ്ധ പരമ്പരയുമായിട്ട് എന്തൊരു കണക്ഷൻ. അപ്പോഴത് ഈ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തന്നെ ഒരു ഇതെന്ന് പറയുക, അമ്മയും ഈ ഒരു സിദ്ധ പാരമ്പര്യത്തിൽ. അപ്പോഴതൊരു ഇതിൽ ഞാനൊരു അഗസ്ത്യ നാടിയുമായി ബന്ധപ്പെട്ട് അഗസ്ത്യ ഋഷിയുടെ ഒരു പാരമ്പര്യത്തോട് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ മഹാസിദ്ധന്മാർ 18 സിദ്ധന്മാരെ കുറിച്ച് അറിയാനുള്ള. അപ്പോൾ എനിക്കൊരു സിദ്ധന്മാരോട് പണ്ട് മുതലേ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പേര് പോലെ തന്നെ ഈ അമ്മയുമായിട്ടുള്ള ബന്ധമുണ്ടായതും ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ അമ്മയെ ഞാൻ ചെന്ന് കാണാനിടയാകുന്നതും അമ്മ എനിക്ക് ഗുരുവായി മാറുന്നതും ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാമായി മാറുന്നതിനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായത് ഇതെല്ലാം ആ ഗുരുക്കന്മാരുടെ കൃപയായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ക്ഷേത്രം ഇനിയിപ്പോൾ ഉയർന്നു മുന്നിൽ കാണുന്ന നമ്മുടെ ഒരു പിക്ചർ കാണിച്ചായിരുന്നു. എല്ലാ വീഡിയോയിലും ആ പിക്ചർ ഇടാറുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലേക്ക് വരാനായിട്ട് ഇന്ന് എത്ര കാലം എടുക്കുന്നതാണ്? വാസ്തവത്തിൽ ഇപ്പോഴും ഇനിയൊരു നമ്മൾക്കൊരു ചെറിയ സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലത്തിനാകെ ഉള്ളത് ഒരു 8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോഴിനി അതിനൊരു ഇപ്പോൾ ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസൗകര്യമുണ്ട്, ഭയങ്കരമായ ചൂട്. പിന്നെ ഇപ്പോൾ നമ്മൾക്കൊരു ആനക്കൊട്ടിൽ നിന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മേളിൽ റൂഫ് ചെയ്ത് അത്തരത്തിലുള്ള. അപ്പം ഇത് സജ്ജനങ്ങളായ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ ഏറി വന്നാൽ ഒരു 10-15 ലക്ഷം രൂപ കൊണ്ട് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും ആർഭാടം കാണിക്കുന്നില്ല. കാരണം ശനീശ്വര 15 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് വലുതായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു തുകയാണ്. അല്ല, ഇതൊരു 15 ലക്ഷം രൂപ ഒരു വലിയ തുകയല്ല. വാസ്തവത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 1.25 കോടി രൂപയിലധികം സ്വന്തമായിട്ട് ചിലവഴിച്ചിട്ടാണ് ഈ ക്ഷേത്രം 2008 മുതൽ ഈ ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 15 ലക്ഷം രൂപ ഇതൊരു വലിയ തുകയല്ല. അപ്പോൾ ഇപ്പോഴും പല കാര്യങ്ങളും നടക്കുമ്പോൾ സജ്ജനങ്ങളായിട്ടുള്ള ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരവിടെ വരുന്നു, അവർക്കതിൻ്റെ അനുഭവങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നല്ലൊരു എമൗണ്ട് 25,000 തരുന്നവരുണ്ട്, 15,000 രൂപ തരുന്നവരുണ്ട്, 50,000 രൂപ തരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ അത് അവരുടെ മനസ്സിലാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഭഗവാനുമായിട്ട് നമ്മൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമല്ല.